ഭീകരാക്രമണത്തിന് ഇരകളായത് പുരുഷന്മാരാണെങ്കിലും തീരാവേദനയിലായത് സഹോദരിമാരും അമ്മമാരുമാണ്. ആ പാക് ഭീകരതയ്ക്ക് ഇന്ത്യ മറുപടി നൽകിയത് സിന്ദൂരം കൊണ്ടാണ്. ആ മറുപടി വിശദീകരിക്കാൻ വന്നത് 2 വനിതാ ഓഫീസർമാരും. വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്, രണ്ടാമത്തേത് കേണൽ സോഫിയ ഖുറേഷി. ഭീകരതയ്ക്ക് പാകിസ്ഥാന്റെ മണ്ണിൽ കയറി മറുപടി നൽകിയത് വിശദീകരിക്കാനെത്തിയത് ഈ 2 പേരാണ്. പഹൽഗാമിൽ വിധവകളാകേണ്ടി വന്ന സ്ത്രീകളെക്കുറിച്ച് ലോകത്തെ ഓർമ്മിപ്പിക്കുകയായിരുന്നു ഇരുവരുടെയും സാന്നിധ്യം. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് വന്നത് അങ്ങനെയൊരു ഓർമ്മപ്പെടുത്തലാണ്. എൻ്റെ അമ്മ അടക്കമുള്ള ഭാര്യമാരുടെ സിന്ദൂരം മാറ്റിയ ഈ ഒരു തീവ്രവാദം എന്നെപ്പോലെ പല മക്കളുടെ മുമ്പിൽ വെച്ച്, ആൺമക്കളായാലും പെൺമക്കളായാലും, മക്കളുടെ മുമ്പിൽ വെച്ച് അച്ഛനെ കൊന്ന, അല്ലെങ്കിൽ സഹോദരിയുടെ മുമ്പിൽ വെച്ച് സഹോദരനെ കൊന്ന ഈ തീവ്രവാദത്തിന് ഇതിൽ പരം ഈ ഒരു ഓപ്പറേഷന് ഇതിനേക്കാൾ ആപ്റ്റായിട്ടുള്ള ഒരു നെയിം ഇല്ല എന്നാണ് എനിക്കും തോന്നുന്നത്. സീമന്തരേഖയിൽ സിന്ദൂരം അണിഞ്ഞു വന്ന സ്ത്രീകൾ അവർക്കൊപ്പമുണ്ടായിരുന്ന പുരുഷന്മാരെ തെരഞ്ഞു പിടിച്ചാണ് പഹൽഗാമിൽ ആക്രമണം നടത്തിയത്. അവരുടെ മതം ചോദിച്ചു നടത്തിയ ആക്രമണത്തിനാണ് സിന്ദൂർ എന്ന് പേരിട്ട് ഇന്ത്യ തിരിച്ചടി നൽകിയത്. ഒരു സൈനിക കേന്ദ്രം പോലും ആക്രമിച്ചില്ലെന്ന് കേണൽ സോഫിയ ഖുറേഷി. मुजफ्फराबाद यह एक जैश ए मोहम्मद का स्टेजिंग एरिया है. यह हथियार, विस्फोटक और जंगल सर्वाइवल ट्रेनिंग का केंद्र भी था. गुलपुर कैंप कोटली एलओसी से 30 किलोमीटर दूर था. लश्कर ए तोयबा का बेस था जो रजौरी पुंछ में सक्रिय था. 20 अप्रैल 2023 को पुंछ में और 9 जून 2024 को तीर्थ यात्रियों के बस हमले में यहीं से आतंकी को ट्रेन किया गया था. 6 സ്ഥലങ്ങൾ, 9 കേന്ദ്രങ്ങൾ, എല്ലായിടത്തും ഒരേ സമയത്ത് ആക്രമണം. ഇന്ത്യൻ സൈനിക സംവിധാനമാണ് ഈ ആക്രമണത്തിലൂടെ സിന്ദൂര തിലകമണിഞ്ഞത്. എല്ലാം കിറുകൃത്യമായിരുന്നു. The strike on the terror camps were undertaken through precision capability, as shown to you. A niche technology weapons with careful selection of warheads was ensured so that there will be no collateral damage. The point of impact in each of the target was a specific building or a group of buildings. ഇനി എങ്ങനെ പ്രകോപനം വന്നാലും നേരിടാൻ സർവ്വസജ്ജമാണെന്ന് ഒരേ ശബ്ദത്തിൽ സോഫിയയും വ്യോമികയും പറഞ്ഞു. ആ വനിതകളുടെ മുന്നറിയിപ്പ് പാകിസ്ഥാനുള്ളതാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.